ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ചിരവൈരികളായ അർജന്റീനയോട് ഒരു വലിയ തോൽവി ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-4 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. അതിന് പിന്നാലെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയറെ ബ്രസീൽ പുറത്താക്കുകയും ചെയ്തു. പകരക്കാരനെ ഇതുവരെ ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല, അതല്ലെങ്കിൽ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗോൾ ബ്രസീൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ആകെ തകർന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അദ്ദേഹം ഒന്ന് പിൻവാങ്ങിയിട്ടുണ്ട്, ഉൾവലിഞ്ഞിട്ടുണ്ട്. സ്വന്തം ടീമിലെ അംഗങ്ങളുമായി പോലും അദ്ദേഹം ഇടപഴകുന്നില്ല, ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ ലീഗിലെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള പരിശീലകരിൽ ഒരാളാണ് ഡൊറിവാൽ ജൂനിയർ. ഈ ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം പല പ്രമുഖ ക്ലബ്ബുകളും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. സാന്റോസ് സമീപിച്ചിരുന്നു, ഗ്രിമിയോ, അതുപോലെ തന്നെ സാവോ പോളോ എന്നിവരൊക്കെ ഇദ്ദേഹത്തെ പരിശീലകനാവാൻ വേണ്ടി സമീപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അതെല്ലാം റിജക്റ്റ് ചെയ്യുകയാണ് എന്നുള്ളത് മാത്രമല്ല, അവരോടൊന്ന് ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ആക്റ്റീവ് അല്ല. ഇപ്പോൾ അദ്ദേഹം വിശ്രമ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്ററിന് ശേഷം അദ്ദേഹം ഒന്ന് ആക്റ്റീവ് ആവും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ബ്രസീൽ ദേശീയ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടത് അദ്ദേഹത്തെ വലിയ രൂപത്തിൽ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. അതായത് ഇനിയും കുറച്ചു കാലം കൂടി ബ്രസീൽ ടീമിനോടൊപ്പം പരിശീലകനായിക്കൊണ്ട് തുടരാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, അടുത്ത വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ബ്രസീൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തനിക്ക് അതുവരെ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തകർന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും ഇപ്പോൾ പുറത്താക്കപ്പെട്ടത് മാനസികമായി അദ്ദേഹത്തെ ബാധിച്ചു എന്നാണ് ഗോൾ ബ്രസീൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.